ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ക്ലാസിക് സ്വീറ്റായ ബാദുഷ അഥവാ ബാദുഷാഹിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണിത്. വളരെ സോഫ്റ്റായ ജ്യൂസിയായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ പെർഫെക്റ്റായി ബാദുഷ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ബാദുഷ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നെയ്യ് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ട മുഖ്യ ചേരുവ തൈരാണ്. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്യും തൈരും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നെയ്യും തൈരും ബീറ്റ് ചെയ്തതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയാണ്. നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്യുകയാണ്. ഇനി ഈ ചേരുവയിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. ബേക്കിംഗ് പൗഡർ 2 പിഞ്ച് ചേർക്കാം. അതിനോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡയും 2 പിഞ്ച് ചേർക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. വളരെ സോഫ്റ്റായിട്ട് മാവിലേക്ക് ഒട്ടും മർദ്ദം ചെല്ലാത്ത രീതിക്ക് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. കൈ പിടിക്കാവുന്ന ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകരം നെയ്യും ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒട്ടും മർദ്ദം കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. അതായത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒത്തിരി മർദ്ദമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. നന്നായിട്ട് മാവ് സോഫ്റ്റായിട്ടുണ്ട്. ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ ഇടുന്ന പോലെ ചെറിയൊരു തുളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കമ്പി ഉപയോഗിച്ച് ഇതുപോലെ തുള ഉണ്ടാക്കാവുന്നതാണ്. കാഴ്ചയിൽ ഡോണറ്റിനോട് സാമ്യം തോന്നുന്ന ഒരു വിഭവമാണ് ബാദുഷ. അങ്ങനെ എല്ലാ ഉരുളകളും നമ്മളിതുപോലെ ഡോണറ്റിൻ്റെ ആകൃതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് നമ്മൾ ഓരോ ബാദുഷായും ഇതുപോലെ മുക്കി വെക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് ഒരല്പം അത് വീർത്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മീഡിയം ഫ്ലെയിമിലിരിക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഗോൾഡൻ നിറത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും നമുക്കിത് കടായിൽ നിന്നും മാറ്റാം. ഇനി നമ്മുടെ ബാദുഷ ഒരു ജ്യൂസി ആക്കാൻ വേണ്ടിയിട്ട് ലായനി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. 1 ടേബിൾ സ്പൂൺ പാൽ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. പിന്നീട് 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്ക് ഷുഗർ സിറപ്പ് ആവുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. ഷുഗർ സിറപ്പ് ആ ചൂടോടെ തന്നെ ഇരിക്കട്ടെ. ഇതേ സമയം തന്നെ നമ്മുടെ മറ്റുള്ള ബാദുഷയും കൂടെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവയെല്ലാം ഇതുപോലെ തന്നെ വീർത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ നമ്മുടെ ബാദുഷ തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ ഫുഡ് കളറോ മറ്റൊരു തരത്തിലുള്ള മഞ്ഞൾപ്പൊടി പോലെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളറാണ്. നമ്മളിത് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. നമുക്ക് എത്ര ജ്യൂസി ആകണോ അത്ര നേരം നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ബാദുഷ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഷുഗർ സിറപ്പിൽ മുക്കി ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ബാദുഷ ലഭിച്ചത്. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് വേണം ബാദുഷയ്ക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാദുഷ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്തയും ആൽമണ്ടും കൂടെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്.
കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് നമ്മുടെ ഈ ബാദുഷ. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. തൊടുമ്പോൾ തന്നെ വളരെ ജ്യൂസി ആയിട്ട് നമുക്ക് തോന്നും. ഇതൊന്ന് മുറിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ജ്യൂസിയാണ്. അത്രയ്ക്കും നല്ല ലെയറുള്ള ജ്യൂസി ആയിട്ടുള്ള, വാലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര ടേസ്റ്റുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ബാദുഷ അഥവാ ബാലുഷാഹി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.